ഞാൻ അറിഞ്ഞോ ഇയാളുടെ ഉള്ളിൽ ഇത്ര വലിയ റമ്മുണ്ടെന്ന്? ആവണി സ്വയം ഒന്ന് ആലോചിച്ചു. അപ്പോഴാണ് ഡേവിഡ് ഒരു പീസ് ചപ്പാത്തി എടുത്ത് അവൾക്ക് നേരെ നീട്ടിയത്. അവൾ അത് കഴിച്ചു. അങ്ങനെ കഴിച്ചും കഴിപ്പിച്ചും ഇരിക്കുമ്പോഴാണ് ആവണിക്ക് ഒരു കോൾ വന്നത്. അമ്മച്ചിയായിരുന്നു അത്. അവൾ കോൾ എടുത്തു. ഡേവിഡ് അവളെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഹലോ അമ്മച്ചി. ഹലോ മോളെ, ഫ്രീ ആണോ? അതെ അമ്മച്ചി, ചെറുതായിട്ട് ഫ്രീയാ, അവൾ ഡേവിഡിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ആ മോളെ, പിന്നില്ലേ, ഞാനും അനുമോളും ഇന്ന് പോവും, അമ്മച്ചി ആവണിയോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആവണിയുടെ മുഖം പെട്ടെന്ന് തന്നെ വാടി. അല്ല അമ്മച്ചി, അത് അപ്പച്ച 2 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി പറഞ്ഞില്ലേ? പിന്നെ എന്താ അമ്മച്ചി? അപ്പോൾ അമ്മച്ചി സമ്മതിച്ചതാണല്ലോ. ഇതെന്തു പറ്റി? ആവണി ചോദിച്ചു. അത് മോളെ, മാത്തച്ഛനില്ലേ, അവൻ്റെ വൈഫ് പ്രഗ്നൻ്റ് അല്ലേ, അവൾക്ക് പ്രസവ വേദന വന്നു അത്ര, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവാ, അമ്മച്ചി പറഞ്ഞു. അത് കേട്ടപ്പോൾ ആവണിക്ക് പിന്നെ പോവണ്ട എന്ന് പറയാൻ തോന്നിയില്ല. കാരണം അമ്മച്ചിക്കും അമ്മച്ചിയുടെ കുടുംബം തന്നെയല്ലേ ഏറ്റവും വലുത്. തന്നോട് കാണിക്കുന്ന അലിവ് മുതലെടുക്കാൻ പാടില്ലല്ലോ. അല്ലെങ്കിലും താൻ ആരാ എന്നൊക്കെ അവൾ മനസ്സിൽ കരുതി. ആണോ അമ്മച്ചി? എന്നാൽ ശരി, അമ്മച്ചി പോയിട്ട് വായോ, അവിടെ എത്തിയിട്ട് കാര്യങ്ങളൊക്കെ വിളിച്ചു പറയണേ, ആവണി അമ്മച്ചിയോട് പറഞ്ഞു. ആവണിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു കേട്ടോ അമ്മച്ചി പോകുന്നതിൽ. കാരണം ശരിക്കും അവൾ ആസ്വദിക്കുകയായിരുന്നു അമ്മച്ചിയുടെ സ്നേഹമെല്ലാം. അതിനി എപ്പോഴും അവളുടെ കൂടെ ഉണ്ടാവുമെന്നൊക്കെ അവൾ പ്രതീക്ഷിച്ചിരുന്നു. പെട്ടെന്ന് പോവാന്ന് കേട്ടപ്പോൾ നല്ല വിഷമായി. പക്ഷേ അവൾ ആ വിഷമം അമ്മച്ചിയുടെ മുമ്പിൽ കാണിക്കാൻ നിന്നില്ല. ശരി മോളെ, ഞാൻ വയ്ക്കുകയാണേ, ഇപ്പോൾ പോയാലേ വൈകിട്ടാവുമ്പോഴേക്കും പാലക്കാട് എത്തുള്ളൂ. ഇവിടെ നിന്ന് ഒരു 3-4 മണിക്കൂർ ട്രാവൽ ചെയ്യണ്ടേ? ഞാൻ എത്തുമ്പോഴേക്കും എന്തായാലും ഡെലിവറി കഴിയാനാ ചാൻസ്. ആ ശരി മോളെ, ഞാൻ വയ്ക്കുക, മോള് വീട്ടിലെത്തിയിട്ട് അമ്മച്ചിയെ വിളിക്കണേ എന്ന് പറഞ്ഞ് അമ്മച്ചി ഫോൺ കട്ട് ചെയ്തു. അമ്മച്ചി ഫോൺ കട്ട് ചെയ്തതും ആവണിയുടെ മുഖം വാടി. അത് ഡേവിഡ് ശ്രദ്ധിച്ചു കേട്ടോ. എന്താടോ, ഫോൺ കട്ട് ചെയ്തപ്പോൾ തന്നെ തൻ്റെ മുഖം മാറിയല്ലോ, എന്തു പറ്റി? അത് അമ്മച്ചിയില്ലേ, അവർ വീട്ടിൽ പോവാ, അതോർത്തപ്പോൾ ചെറിയൊരു വിഷമം. വീണ്ടും ഞാൻ ഒറ്റയ്ക്കായില്ലേ. ഇന്ന് പോവാൻ തന്നെയാട്ടോ മുമ്പ് പറഞ്ഞേ, പക്ഷേ ഞാൻ നിർബന്ധിച്ചപ്പോൾ 2 ദിവസം കൂടി നിൽക്കാം എന്നൊക്കെ പറഞ്ഞു. അവരുള്ളപ്പോൾ ഒരുപാട് സന്തോഷമായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ വീണ്ടും പോവാന്നൊക്കെ പറഞ്ഞപ്പോൾ സങ്കടം. സാരല്ല, അത് കുറച്ച് കഴിഞ്ഞാൽ മാറിക്കോളും എന്ന് ഡേവിഡിൻ്റെ മുഖത്ത് നോക്കി ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ആവണി പറഞ്ഞു. അവളുടെ ഉള്ളിലെ ഒറ്റപ്പെടലിൻ്റെ വേദന കൂടാതെ അവൾ സാറാമ്മച്ചയെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ അവളുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ ഡേവിഡിന് മനസ്സിലായി. അവൻ അവളോട് ചോദിച്ചു, എടോ, തനിക്ക് ഈ അമ്മച്ചിയെ ഒരുപാട് ഇഷ്ടമാണോ? ഡേവിഡ് ചോദിച്ചു. അതെ, ഒരുപാട് എന്ന് പറഞ്ഞ് അവൾ കൈ കഴുകാൻ പോയി. ഡേവിഡ് അവൾ പോകുന്നത് നോക്കി ചിരിച്ചു, എന്തൊക്കെയോ മനസ്സിൽ കണ്ട പോലെ. അങ്ങനെ ഓഫീസ് ടൈം കഴിഞ്ഞു. ആവണി ഓഫീസിൽ നിന്ന് ഇറങ്ങി. ഇന്ന് 5 കൂടെ ഉണ്ടായിരുന്നില്ല. സാധാരണ അവൾ കാണല്ലോ ആവണിയെ ഡ്രോപ്പ് ചെയ്യാ. ഇന്ന് അവൾ എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നേരത്തെ പോയി. അതുകൊണ്ട് തന്നെ ആവണിക്ക് ബസ്സിൽ പോകേണ്ടി വന്നു. ഇന്ന് സാരി ഉടുത്തത് കൊണ്ട് ബസ്സിൽ എങ്ങനെ പോകും എന്നൊക്കെ ആലോചിച്ച് നടക്കുമായിരുന്നു അവൾ. പെട്ടെന്നാണ് ഒരു കാർ അവൾക്ക് നേരെ പാഞ്ഞു വന്നത്. അവൾ ഒരു നിമിഷം പകച്ചുപോയി. പെട്ടെന്ന് ഒരു കൈ വന്ന് അവളെ പിന്നിലേക്ക് വലിച്ചു മാറ്റി. പെട്ടെന്നായതിനാൽ അവൾ താഴെ വീഴാൻ പോയി. അവളെ പിടിച്ചു മാറ്റിയാൽ അവൾ വീഴാത്ത വണ്ണം പിടിച്ചു നിർത്തി. തുമ്പി, അവളുടെ അടുത്തേക്ക് ഓടി വന്നുകൊണ്ട് ഡേവിഡ് വിളിച്ചു. അവൻ്റെ മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഡേവിഡിൻ്റെ ശബ്ദം കേട്ടതും തുമ്പി വേഗം വന്ന് അവനെ ചേർന്നു നിന്നു. ഹൃദയമിടിപ്പ് നന്നായി ഉയർന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് തന്നെ അവൾ നന്നായി പേടിച്ചിട്ടുണ്ടെന്ന് ഡേവിഡിന് മനസ്സിലായി. അവളെ അവൻ ഒന്നും കൂടി ചേർത്ത് പിടിച്ച് മുന്നിലേക്ക് നോക്കി. അപ്പോഴാണ് അവരെ നോക്കി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെ ഡേവിഡ് കണ്ടത്. താങ്ക്സ് ബ്രോ,
താൻ കൃത്യസമയത്ത് വന്ന് പിടിച്ചു മാറ്റിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് ഡേവിഡ് പേടിയോടെ അവനെ പറ്റിച്ചേർന്ന് നിൽക്കുന്ന ആവണിയെ നോക്കി. പേടിച്ച് കണ്ണുകൾ അടച്ചുകൊണ്ടാണ് അവൾ അവനെ ചേർന്ന് നിന്നിരുന്നത്. ഡേവിഡ് പറഞ്ഞതിന് മറുപടി എന്ന വണ്ണം ആ ചെറുപ്പക്കാരൻ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തിരുന്നത്. പിന്നീട് അയാൾ അവരോട് യാത്ര പറഞ്ഞു പോയി. തുമ്പി, നമുക്ക് പോവാ. ഡേവിഡ് ആവണിയെ ചേർത്ത് പിടിച്ച് കാറിൻ്റെ അടുത്തേക്ക് ചെന്ന് ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്ത് അവളെ കാറിലേക്ക് കയറ്റിയിരുന്നു. പിന്നീട് അവൻ ചെന്ന് കാറെടുത്തു. കാറിൽ കയറിയിട്ട് തുമ്പി കണ്ണടച്ച് കിടക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴും അവൾ നല്ലോണം പേടിച്ചിട്ടുണ്ടായിരുന്നു. അത് അവളുടെ മുഖത്തിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു. ഡേവിഡ് തുമ്പിയെ ഒന്ന് നോക്കി. അവൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്ന പോലെ തോന്നി അവന്. ഓഫീസ് ടൈം കഴിഞ്ഞിട്ടും 1-2 ഫയൽസ് കൂടി നോക്കാനുള്ളത് കൊണ്ടാണ് ഡേവിഡ് തുമ്പി പോയിട്ടും പോവാതെ ഓഫീസിൽ തന്നെ നിന്നത്. പിന്നീടാണ് അഞ്ജു നേരത്തെ പോയ കാര്യം ഓർമ്മ വന്നതും പെട്ടെന്ന് തന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങി ആവണിയെ നോക്കി കാർ എടുത്തതും. അവളുടെ അടുത്ത് എത്തിയതും അവൻ കണ്ടത് ഒരു കാർ പാഞ്ഞ് അവളുടെ അടുത്തേക്ക് വരുന്നതാണ്. പിന്നെ ഒരു ചെറുപ്പക്കാരൻ അവളെ പിടിച്ചു മാറ്റുന്നതും ആയിരുന്നു അവൻ കണ്ട കാഴ്ച. ഒരു നിമിഷം ഡേവിഡിനെ എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചുപോയി. അവൻ ആവണിയിൽ നിന്ന് ഒരുപാട് ദൂരത്തായിരുന്നു ഡേവിഡ് നിന്നത്. പിന്നെ പെട്ടെന്നാണ് ബോധം വന്നതുപോലെ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നതും അവളെ വാരി പുണർന്നതും. ഒരു നിമിഷം അയാൾ അവളെ വന്ന് പിടിച്ചു മാറ്റിയില്ലെങ്കിലോ എന്ന കാര്യം ഓർത്തതും ഡേവിഡിൻ്റെ ഉള്ളൊന്ന് വിറച്ചു. തൻ്റെ പ്രാണനെ തനിക്ക് നഷ്ടമാവില്ലായിരുന്നോ? എന്തായാലും ഇനി ഒരിക്കലും ഇതുപോലെ ഒന്ന് സംഭവിക്കാൻ അനുവദിക്കില്ലെന്ന് അവൻ അവൻ്റെ ഉള്ളിൽ ഉറപ്പിച്ചുകൊണ്ട് ആവണിയെ തട്ടി വിളിച്ചു. പെട്ടെന്ന് അവൾ ഞെട്ടിക്കൊണ്ട് അവൾ അവനെ നോക്കി. എന്താടോ, പേടിച്ചോ? പേടിക്കണ്ടാട്ടോ. പെട്ടെന്ന് ആ കാറ് വരുന്നത് കണ്ടപ്പോൾ ആവണി വീണ്ടും ആ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയതും അത് കേൾക്കാൻ ഡേവിഡിന് താല്പര്യമില്ലായിരുന്നു. കാരണം അത് അവൻ്റെ ഉള്ളിലും വലിയൊരു പേടി സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. തുമ്പി, താൻ അത് വിട്ടേ, ഇനി അതൊന്നും കുറിച്ച് ആലോചിക്കണ്ട കേട്ടോ. അവനത് പറഞ്ഞതും ആവണി ഒന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ മിഴികൾ ചെറുതായി നനഞ്ഞിട്ടുണ്ടെന്ന് അവൾക്ക് തോന്നി. തുമ്പി ഒന്നും മിണ്ടാതെ അവൻ്റെ ഷോൾഡറിൽ തല വെച്ചു കിടന്നു. അവളുടെ വീട്ടിലെത്തിയപ്പോഴേക്കും ആവണി ചെറുതായി മയങ്ങിപ്പോയിരുന്നു. വീടിൻ്റെ മുമ്പിൽ എത്തിയതും തുമ്പി അവൻ വിളിച്ച് എണിപ്പിച്ചു ആവണിയെ. ആവണി പതിയെ കണ്ണു തുറന്നു. തൻ്റെ വീടിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ഡേവിഡിനെ ഒന്ന് നോക്കി. സാർ ഇറങ്ങുന്നില്ലേ? അവൾ ചോദിച്ചു. ഇല്ലടോ, എനിക്ക് ചെറിയൊരു തിരക്കുണ്ട് എന്ന് പറഞ്ഞ് ഡേവിഡ് അവൻ്റെ ആവണിയുടെ നെറ്റിൽ ഒരു ഉമ്മ കൊടുത്തു. താൻ പേടിക്കണ്ടാട്ടോ എന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ചു. അവൾ ശരിയെന്ന വണ്ണം ചിരിച്ചുകൊണ്ട് തലയാട്ടി ഇറങ്ങാൻ നിന്നു. അപ്പോഴാണ് ഡേവിഡ് അവളുടെ കൈ പിടിച്ചത്. ആവണി തിരിഞ്ഞു നോക്കി. എന്ന വണ്ണം. എടാ, താൻ മാത്രമല്ല, ഞാനും പേടിച്ചിട്ടുണ്ട്. എന്നെ ഒന്ന് ആശ്വസിപ്പിച്ചു പോയേ, അവൻ കുസൃതി ചിരിയോടെ ആവണിയോട് പറഞ്ഞു. അവൾക്ക് കാര്യം എന്തെന്ന് മനസ്സിലായി. അവൻ്റെ മുഖത്തെ ഭാവം കണ്ട അവൾക്ക് ചിരി വന്നു. അവൾ കാറിലേക്ക് വീണ്ടും കയറി. എന്നിട്ട് ഡേവിഡിൻ്റെ കവിളിൽ ഒരു കുഞ്ഞു മുത്തം നൽകി ചിരിച്ചുകൊണ്ട്. ബാക്കി എന്തെന്ന് നമുക്ക് അടുത്ത പാട്ടിൽ കാണാം കേട്ടോ. പിന്നെ ഈ പാട്ട് കുറച്ച് ചെറുതാണേ. അടുത്ത പാട്ട് അത്യാവശ്യം നല്ല ലെങ്തിലിടാൻ നോക്കാവേ. നാളെ ഉച്ചയാകുമ്പോഴേക്കും ഇതിന് നെക്സ്റ്റ് പാർട്ട് വരും. പിന്നെ വൈകിട്ട് പ്രണയാഗ്നിയുടെ അടുത്ത പാട്ടും വരുമായിരിക്കും കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.